തന്ത്രപ്രധാനമായ ഊർജ്ജ ഇടനാഴി ഹോർമൂസ് സ്ട്രെയിറ്റ്, ദ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്, UAEക്കും ഇറാനും ഇടയിൽ കിടക്കുന്ന തന്ത്രപ്രധാനമായ കപ്പൽപാത ഇത് പൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു ഇറാൻ. അതായത് അവർ ചെയ്തത് എന്തിനോ അതിനുള്ള തിരിച്ചടി. അതല്ലെങ്കിൽ പോട്ടെ, നമ്മൾ വളരെ നിഷ്പക്ഷരായി നിന്ന് പറയുകയാണെങ്കിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം, അല്ലെങ്കിൽ ഇറാനും US തമ്മിലുള്ള പ്രശ്നം, അതിനാണ് ഈ ഇടനാഴി പൂട്ടും അങ്ങനെ ഒരു തീരുമാനവും പ്രഖ്യാപനം. ആദ്യം അതിനോടുള്ള പ്രതികരണം. അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ട് എങ്കിൽ അത് ഒരു പക്ഷേ ഇറാന്റെ സർവനാശത്തിലേക്ക് പോലും നയിക്കാനുള്ള എല്ലാവിധ പൊട്ടൻഷ്യലും ഉള്ളതാണ്. കാരണം ആ ഒരു കടലിടുക്ക് ലോകത്തിലെ മൊത്തത്തിലുള്ള ഓയിലിന്റെ ഏതാണ്ട് 20 മുതൽ 25% വരെയെങ്കിലും മിനിമം ഒരു ദിവസം ഏതാണ്ട് 17-18 മില്യൺ ബാരലാണ് അതിലെ മൂവ്മെന്റ് നടക്കുന്നത്. എന്ന് വെച്ചാൽ അത് കേവലം ഇറാന് മാത്രം ടാക്ടിക്കലായിട്ട് പ്രാധാന്യമുള്ള ഒരു സ്ഥലമല്ല, പേർഷ്യൻ ഗൾഫിനെ അറേബ്യൻ സീയിലേക്ക് കണക്ട് ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ള വളരെ മേജറായിട്ടുള്ള നിരവധി ഓയിൽ എക്സ്പോർട്ടേഴ്സിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കടലിടുക്കാണ് ഹോർമുസ്. അതിലിപ്പോ UAE ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്, ഇറാൻ മാത്രമല്ല ഇറാഖ് ഉണ്ട്, കുവൈറ്റ് ഉണ്ട്. ഈ രാജ്യങ്ങൾക്കെല്ലാം തന്നെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു കടലിടുക്കാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഇമ്പാക്ട് നേരിട്ട് ഏതെങ്കിലും ഒരു രാജ്യത്തിനല്ല. ഇപ്പൊ ഇസ്രയേലുമായിട്ടുള്ള അല്ലെങ്കിൽ അമേരിക്കയുമായിട്ടുള്ള കോൺഫ്ലിക്റ്റിന്റെ പേരിൽ അതിനെ തടസ്സപ്പെടുത്തുന്നു, അവിടത്തേക്കുള്ള മൂവ്മെന്റ് ഇല്ലാതെയാക്കുന്നു എന്ന് തീരുമാനിച്ചാൽ അതിന്റെ ഇമ്പാക്ട് ഈ രണ്ട് രാജ്യങ്ങൾക്കല്ല, മറിച്ച് നിരവധി ലോകരാജ്യങ്ങൾക്കാണ്. അപ്പൊ അതിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുണ്ടാകുന്ന ഒരു ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ ഓയിൽ പ്രൈസസ് വളരെ കാര്യമായിട്ട് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഷിപ്പിംഗ് ഇൻഷുറൻസ് കോസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം തന്നെ ഒരുപക്ഷെ ആ മേഖലയിൽ നിലവിൽ ഒരുപക്ഷെ ഇസ്രായേലോട് ഒരു പാവ്ലോവിയൻ ഡയലോഗ് പോലും സ്വീകരിച്ചിരിക്കുന്ന പല രാജ്യങ്ങളും കുറച്ചുകൂടി സ്വരം കടുപ്പിക്കുന്നതിന് കാരണമായേക്കാം. കാരണം നമുക്കറിയാം, ഒരു ഇസ്ലാമിക രാജ്യമാണ് ഇറാൻ എന്ന് പറയുമ്പോഴും ആ മേഖലയിലുള്ള മറ്റു പല രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളാണ് എന്ന് പറയുമ്പോഴും ഈ പല ഇസ്ലാമിക രാജ്യങ്ങളുടെയും പ്രത്യക്ഷമായിട്ടുള്ള പിന്തുണയൊന്നും തന്നെ ഇറാനില്ല. അതുകൊണ്ടാണ് ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ എയർബേസുകൾ, മിലിറ്ററി ബേസുകളൊക്കെ തന്നെ ഈ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലുള്ളത്. അവിടെയുള്ള മിക്കവാറും എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും അമേരിക്കയ്ക്ക് ഒന്നിലധികമോ ആയിട്ടുള്ള എയർബേസുകളുണ്ട്, അല്ലെങ്കിൽ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നിരവധി രാജ്യങ്ങൾ, തത്വത്തിൽ അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ട് കമേഴ്സ്യൽ ഡീലുകളുള്ള നിരവധി രാജ്യങ്ങൾ, ഒരുപക്ഷെ ഇസ്രായേൽ പ്രതിരോധിക്കേണ്ടുന്ന പല ഇറാനിയൻ മിസൈലുകളെയും സ്വന്തം എയർ സ്പേസിൽ വെച്ച് നിർവീര്യമാക്കി സഹായിച്ചു കൊടുക്കുന്ന അങ്ങറ്റത്ത് നിൽക്കുന്ന ജോർഡാൻ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളുണ്ട്. അപ്പൊ ഇവരെല്ലാവരും തന്നെ പരസ്യമായിട്ട് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറയുകയോ അല്ലെങ്കിൽ ഇതൊരു ഡീഎസ്കലേഷനിലേക്ക് പോകണം എന്ന് പറയുകയോ ഇസ്രായേലിന്റെ ഏതെങ്കിലും ഒരു അറ്റാക്കിനെ അവർ കണ്ടം ചെയ്യുകയോ ചെയ്താലും അത് രഹസ്യമായിട്ട് ഇവർ ചെയ്യുന്നതെല്ലാം ഈ അമേരിക്കയോടോ ഇസ്രായേലിനോടോ ചേർന്ന് നിൽക്കുന്ന, അവർക്ക് സഹായം നൽകുന്ന രീതിയിലത്തേക്കുള്ള പല കാര്യങ്ങളുമാണ്. അപ്പൊ